ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എഗ്ഗിൻ്റെ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. എഗ് കബാബ്. അപ്പോൾ ഞാൻ മുമ്പ് തേങ്ങാമുറിൻ്റെ റെസിപ്പി ചെയ്തിരുന്ന സമയത്ത് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തേങ്ങാമുറി ചെയ്യുന്നത് ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടാണ്. പക്ഷേ എഗ് കബാബ് നമുക്ക് ചമ്മന്തി വെച്ചിട്ട്, തേങ്ങാ ചമ്മന്തി വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണിത് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങാമുറിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ട് എങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഗ് കബാബ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ, ഞാനിപ്പോൾ 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 4 മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്ത് മാറ്റി വെക്കാം. അത് ഉരുളൻകിഴങ്ങ് നമ്മൾ ജസ്റ്റ് പുഴുങ്ങിയതിന് ശേഷം 4 മീഡിയം സൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കൈവച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ നമുക്കിനി വേണ്ടത് ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് അധികം എരിയില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് ഒരു 10 ചെറിയുള്ളി വേണം. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് മല്ലിയില, ഒരു 5-6 സ്ട്രിങ് വേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു മുട്ട ഹാഫ് ചെയ്ത് വെക്കുക. പിന്നെ ഉരുളൻകിഴങ്ങ് കൈവച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് 10 പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, മല്ലിയില, പിന്നെ വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പിലേൻ്റെ ഒരു നല്ല സ്മെല്ലുണ്ടാവും അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 സ്ട്രിങ് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നാളികേരമാണ്. അപ്പം ഞാൻ നാളികേരം എടുത്തിരിക്കുന്നത് 1 കപ്പ് നാളികേരമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കയ്യിൽ എത്ര മുട്ട ഉണ്ടോ, മുട്ട അതിനനുസരിച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. പൊതിയാനായിട്ടുള്ള ചമ്മന്തി നമ്മൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എനിക്കിത് കറക്റ്റാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ അതുപോലെ നമ്മൾ ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്താൽ ചെറിയൊരു പുളിപ്പ് കൂടി ഉണ്ടാവും. അത് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് ചമ്മന്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കൈവച്ചൊന്ന് പൊടിച്ച് മാറ്റി വെക്കണമെന്ന്. ആ പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങിലേക്ക് ഈ ചമ്മന്തി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം കേട്ടോ. അതിനുശേഷം ചമ്മന്തി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിന് 12 ബോൾസാക്കി എടുക്കാം. 12 ബോൾസാക്കി എടുത്തതിന് ശേഷം നമ്മൾ 2 കൈയിലും ഒന്ന് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം ഓരോ ബോൾസായി എടുത്തിട്ട് നമ്മളൊന്ന് കയ്യിൽ ഒന്ന് പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നായിട്ട് അങ്ങ് പരത്തരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമുക്ക് ഈ ഒരു മുട്ട കവർ ചെയ്യേണ്ട ഒരു വലിപ്പം മാത്രം മതി. അപ്പോൾ ഒരുപാട് തിന്നാക്കാണ്ട് പരത്തി കൊടുക്കണം. തിന്നാക്കി കഴിഞ്ഞത് പൊട്ടിപ്പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പകുതിയാക്കി വെച്ചിട്ടുള്ള ഈ മുട്ട എടുത്തിട്ടൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. കമഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം അത് നമ്മൾ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം, എല്ലാ ഭാഗം കവറായെന്ന് ഉറപ്പായതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കിയിട്ട് നമുക്കിതൊന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷേപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് എല്ലാ 12 നമുക്ക് ഇതുപോലെ അങ്ങ് കയ്യിലിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 12 അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇനി കോട്ട് ചെയ്തെടുക്കണം. കട്ട്ലറ്റിനൊക്കെ കോട്ട് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മുട്ട എടുത്തിട്ടുണ്ട്.
മുട്ടയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ കൈയിൻ്റെ പാടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ മാറിക്കോളൂ കേട്ടോ. ചമ്മന്തി ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കൈ പിടിക്കുന്ന സമയത്തൊന്നും ഇതാവും. അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കയ്യിലിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു പാടൊന്നും വരില്ല, നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ എണ്ണം ചെയ്തെടുക്കാം. 12 എണ്ണം ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് കബാബ്. ഇതുപോലെ അങ്ങ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് കബാബ് ഇവിടെ റെഡി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കബാബാണിത്. ചമ്മന്തി റെഡിയാക്കുക, അത് ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തേങ്ങാമുറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കണ്ടു നോക്കുക. അത് നമ്മൾ ചിക്കൻ വെച്ച് ചെയ്യുന്നു, ഇത് തേങ്ങ വെച്ച് ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.